ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പൊ നമ്മുടെ ഓണം വ്ലോഗിലേക്ക് സ്വാഗതം. അമ്മ ഇവിടെ മുഖം കാണിക്കുന്നില്ല, പോരെ ഇങ്ങനെ ചരിച്ച് കാണിച്ചോളാം. അമ്മ ഇവിടെ മുഖം കാണിക്കട്ടെ. ആ ഓക്കെ. അമ്മ ഇവിടെ തന്നെ കുക്കിങ്ങിലാണ്. നമ്മളിവിടെ സദ്യ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എണീറ്റിട്ട് റെഡി ആയിട്ടില്ല. റെഡി ആയിട്ട് അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോണം, എന്നിട്ട് പൂക്കള വിടണം. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങാം. ഇന്നലെയാണ് ഞാൻ എന്റെ വീട്ടിലോട്ട് പോരുന്നത്. അത് ഞാൻ വ്ളോഗും കാര്യങ്ങളൊന്നും എടുത്തില്ല. ഇത്രയും ദിവസം ഓട്ടോ ആയിരുന്നു, ഓരോ കാര്യങ്ങളായിട്ട് UK വന്നിടുന്നുണ്ട്. അപ്പം ഇന്നലെ രാത്രിയാണ് എന്റെ വീട്ടിലോട്ട് വരാൻ എനിക്ക് സമയം കിട്ടിയത്. അപ്പം എന്താ പറയണേ, പോയി കുളിച്ചിട്ട് വരാം. ഞങ്ങളിപ്പോ റെഡി ആയിട്ടുണ്ട്, അമ്പലത്തിൽ പോകാൻ പോവാണ് അല്ലേ? പോവാം നമുക്ക്. ഇത് റോക്കി ഇത് പൂപ്പി എടി നീ അലമ്പാക്കൂ സാരി. ഞാൻ വരാം. നമ്മളിപ്പോ നമ്മുടെ അമ്പലത്തിൽ തൊഴുതിട്ട് ചുറ്റുവലി അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ബൈക്കിലാണ് കേട്ടോ പോകുന്നത്. നമ്മളിപ്പോ പോകുന്ന ചിറ്റുമല അമ്പലം ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ്. കുണ്ടറ എന്ന് പറയുന്ന സ്ഥലം മിക്കവർക്കും അറിയാവുന്നതായിരിക്കും. കുണ്ടറയിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ആണ് ഈ ചിറ്റുമല അമ്പലം. ഭയങ്കര അടിപൊളി ഒരു അമ്പലമാണ് കേട്ടോ. ചിറയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. കാര്യം ഇതിന്റെ ഫ്രണ്ടിൽ വലിയ ചിറയാണ്, നമുക്ക് കാണാൻ പറ്റും, പാടവും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. മേളിൽ നിന്നിട്ട് ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ തൊട്ടടുത്തുള്ള ഒരു ട്യൂട്ടോറിയലാണ് പഠിച്ചിരുന്നത്, +1 +2 ഒക്കെ. അപ്പം ഈ അന്നദാനം ഉണ്ടല്ലോ, 9 ദിവസത്തെ 7 ദിവസത്തെ എന്തോ അന്നദാനമാണ്. ആ ഒരു ടൈമിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഫ്രണ്ട്സുമായിട്ട് ഇവിടെ വന്ന് നമ്മൾ ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ആ ഒരു മെമ്മറീസ് ഒക്കെയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. അപ്പൊ നമ്മൾ ചെന്നപ്പോഴത്തേനും വലിയൊരു അത്തപ്പൂക്കളം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരുവോണം അല്ലേ, ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാല് ഭയങ്കര തിരക്കായിരുന്നു. അപ്പം എനിക്ക് കുറെ ആൾക്കാരെ കാണാൻ കഴിഞ്ഞു. എനിക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ ഈ അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. മഴ പെയ്തു, മഴ പക്ഷെ രസമൊക്കെ ഉണ്ടല്ലേ, വൈബ് ഞാനാ ഒരു 4-5 വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഈ അമ്പലത്തിൽ വന്നിരുന്നത്. കുറെ കാലമായി വന്നിട്ട്. മഴയാണെങ്കിലും കുഴപ്പമില്ല. ഇത് നമ്മുടെ സച്ചിന്റെ, എൻ്റെ അനിയന്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. അവന്മാരെല്ലാം കൂടെ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ചെറിയൊരു വീഡിയോ അങ്ങ് എടുത്തു. അപ്പം ഞാൻ പറഞ്ഞ ചിറ അത് ഇതാണ് കേട്ടോ. അമ്പലത്തിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് കുറച്ച് ഇങ്ങോട്ട് നടന്നു വരുമ്പോഴത്തേനും നമുക്ക് കാണാൻ പറ്റും. നടന്നു വരേണ്ട ആവശ്യമില്ല, തൊട്ട് ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ പറ്റും. ഭയങ്കര രസമാണ് കാണാനാ. ഇതുപോലെ ക്യാമറയിൽ കാണുന്ന പോലെ അല്ല, കണ്ണുകൊണ്ട് കാണുന്നത്. ഞാനിങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇവിടെ പോയി ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. എന്താ രസം എന്നറിയോ, എന്താ സമാധാനം. ഈ നാട്ടിൽ നിൽക്കുന്ന സമാധാനം ഒന്നും പുറത്തൊന്നും എന്തായാലും കിട്ടൂല. അപ്പം ഞങ്ങൾ രണ്ടുപേരും അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഇറങ്ങി. ഇനി വീട്ടിലോട്ട് പോവാം അല്ലേ? അതെ, നമ്മുടെ വീട്ടിലോട്ട് പോകുന്നു. ബൈക്ക് എവിടെ ഇരിക്കുന്നത്? തിരിച്ച് വീട്ടിലെത്തി. ഇനി നമുക്ക് വല്ലതും കഴിക്കാം. എന്താ പുട്ടാണോ അമ്മ? അമ്മ എടുത്തിട്ടില്ല. പുട്ട്, പഴം, പയറ്, പപ്പടം. ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ സാരി മാറി. എനിക്കൊരു അരക്കുറ്റി മതി. എനിക്ക് ഞാൻ ഇതെടുത്തോളാം. എനിക്കൊരു പ്ലേറ്റ് താ. എനിക്ക് കണ്ട് വെറുതെ പിള്ളേരെ മനസ്സിലാവുന്നത്. എന്തിന് വലുതായി പിള്ളേരെല്ലാം
സജി ചേച്ചിയുടെ മോനെ കണ്ട് വല്യേച്ചിയുടെ കൊച്ചുമോനെ. ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിൽ. അപ്പൊ ഇത് എന്റെ വല്യേച്ചിന്റെ മോനാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന ഇറങ്ങിയപ്പോഴത്തേനും ആൾക്ക് ഭയങ്കര നാണം. നമ്മൾ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ പൂ രാവിലെ എനിക്ക് ഇടണമെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. അതുകൊണ്ട് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് പൂവിടാൻ വേണ്ടിട്ട് പോകുന്നത്. തിരുവോണമൊക്കെ അല്ലേ, അതുകൊണ്ട് ഇവന്മാരെയൊക്കെ നമ്മളൊന്ന് കുളിപ്പിച്ചെടുത്തു കേട്ടോ. രണ്ടുപേരെയും ചാച്ചനൊന്ന് കുളിപ്പിച്ചെടുത്തു. ഞാനങ്ങനെ പൂവിടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എന്റെ കൂടെ പൂവിടാന്ന് പറഞ്ഞിട്ട് അവൻ എന്റെ കൂടെ പൂ ഇട്ടില്ല. അത് ഞാൻ അവനൊന്ന് പഠിപ്പിച്ചു കൊടുത്തതാണ് കേട്ടോ, DJ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം ഇതാണ് ഫൈനലി നമ്മുടെ പൂക്കളം എന്ന് പറയുന്നത്. കുഞ്ഞൊരു പൂക്കളമാണ് നമ്മളെടുത്ത്, കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ട്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ പൂക്കളം. പൂവിട്ട് ഞാൻ കുഴഞ്ഞല്ല, എന്തോ ഒരു ക്ഷീണം പോലെ. ഞാൻ ഇപ്പൊ ഇരിക്കുമ്പോ ഞാൻ കാണുന്ന വ്യൂ എന്താണെന്ന് അറിയാമോ? കല്ലടയാറ് നോക്കൂ. അതത്ര സൂം ചെയ്ത് കാണിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ. അതാ പക്ഷെ ആ കാണുന്നത് കല്ലടയാറാണ്. നമ്മുടെ സിറ്റ് ഔട്ട് ഇരുന്ന് കാണുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണത്. ഇത്രയും നേരം അടുക്കളയുടെ വാതിൽ ഞാൻ ചവിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അവസാനം പായസം വെക്കാണ്ടെന്ന് പറഞ്ഞു. ബാക്കി എല്ലാം അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പായസം ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചു. പായസം ഉണ്ടാക്കുന്നതാണ്, വലിയ പണിയൊന്നുമില്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇപ്പം ഇലയിട്ടു. ഇനി ഓരോ സാധനങ്ങൾ നമുക്ക് വിളമ്പി കൊടുക്കാം. അമ്മ ഇനി അമ്മേനെ വീഡിയോ എടുക്കാലോ. അമ്മ ഇത്രയും നേരം അമ്മ വൃത്തിയായിട്ട് നിൽക്കുമല്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോക്കകത്ത് വന്നില്ലായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് നിൽക്കാം, അവിടെ വെട്ടമില്ല. ഹായ്. അമ്മ ഒരു നാടൻ കുടുങ്ങിയാണ്. അമ്മയുടെ പൊട്ടെന്തിയേ? പൊട്ട് വെച്ചില്ലല്ലോ അമ്മ. സുന്ദരിയാ. എടുക്കാം, നമുക്ക് ഫുഡ് എടുക്കാം. പായസം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഗ്ലാസൊന്നും വേണമെന്നില്ല. തോട്ടമ്മേ ഇതാരെടുത്ത്? ഇത് അവന്റെയാണോ? എന്റെ എനിക്കല്ല, സച്ചിന് ചേരും. വൈബ് സാധനം. ഇതാ ഞാൻ പറഞ്ഞത്, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു ജെൻസിയിലോട്ട് മാറാൻ വേണ്ടി ഇരിക്കുകയാണ്. ജെൻസി യുഗത്തിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ചാച്ചൻ പ്രായം താഴ്ന്ന് ജെൻസിയിലോട്ടാണ് വന്നിരിക്കുന്നത്. മനസ്സ് മനസ്സ് 17കാരന്റെ മനസ്സാവുന്നു. ഇതാണ് ഇവിടുന്ന് ഇതിനട്ടേമാ അതിനിപ്പോ എന്താ? 17കാരന്റെ മനസ്സ്. എടാ എന്റെ ഫോൺ എന്ത് എന്ത് വല്ലൊക്കെ പറയും. എന്ത് പറയണമെന്ന് എടുക്കാൻ പോവാന്ന്. ഞാൻ എന്റെ ശരീരത്തിൽ ഇണങ്ങുന്ന എവിടെ ഡ്രസ് ഉണ്ടാവും എടുക്കും. എന്റെ അച്ഛനൊരു വൈബ് ഷർട്ട് ഇട്ട് വന്നു കേട്ടോ. അത് ഞാൻ പക്ഷെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനെ ചുറ്റിയുള്ള തർക്കങ്ങളാണ്, അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വീട്ടില്. നമ്മളങ്ങനെ സദ്യ കഴിക്കാൻ വേണ്ടിട്ട് ഇരുന്നു കേട്ടോ. ഞാൻ എടുത്ത് ഇനി സദ്യ കഴിഞ്ഞിട്ടുള്ള കുറച്ച് പരിപാടികൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ബോഡി വിത്ത് മസിൽസ്. എന്താ അങ്ങനെയൊക്കെ അനിയന്റെ ഈ കലാശക്കത്തോടു കൂടി നമ്മുടെ ഓണം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാൻ വിചാരിക്കുന്നു. ബൈ.